അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കും. അതിലാർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒന്നുകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തരാം, അല്ലെങ്കിൽ എനിക്ക് തരാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന് കീഴിൽ ദളിത് വിഭാഗം പീഡിപ്പിക്കപ്പെടില്ല. അക്കാര്യത്തിൽ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള നിലപാട് സുവ്യക്തമാണ്. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ചോദിച്ച ആദിവാസിയെ വെടിവെച്ച് കൊല്ലാൻ ഒരു മടിയുണ്ടായിരുന്നില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. വയനാട്ടിൽ ജോഗി കൊല ചെയ്യപ്പെട്ടത് അങ്ങനെയാണ്. ആ ജോഗിയുടെ മകൾക്ക് ജോലി കൊടുത്തത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഞാൻ ആ വീട്ടിൽ പോയി. ജോഗിയുടെ മകൾക്ക് കൊച്ചു സീതക്ക് ഞങ്ങളാണ് ജോലി കൊടുത്തത്. അവരുടെ കാലഘട്ടത്തിൽ ശാന്ത എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീയെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. കുട്ടി മരിച്ചു. പാലൂട്ടാൻ പോലും സൗകര്യം കൊടുത്തില്ല. അതിനെതിരായ ശക്തമായ നിലപാടെടുത്ത ഒരു പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേരളം ഭരിക്കുന്ന സമയത്ത് ഒരാദിവാസിയും ഒരു ദളിതനും പീഡിപ്പിക്കപ്പെടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കേസും കൗണ്ടർ കേസും ഉണ്ട്. അതിൻ്റെ ഭാഗമായി CPM-ൻ്റെ തന്നെ ആൾക്കാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു കൗണ്ടർ കേസാണ് ഇത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ കൗണ്ടർ കേസിൽ പെടുത്തേണ്ടതുണ്ടോ ആ കാര്യത്തെ സംബന്ധിച്ചടക്കം ഗവൺമെൻറ് പരിശോധിക്കും, ഉചിതമായിട്ടുള്ള നടപടിയെടുക്കും. ഒരു രൂപത്തിലുമുള്ള ഭീതി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുണ്ടാകില്ല. കേരളത്തിൽ 16 SC ST മണ്ഡലമാണ്. അതിൽ 3 UDF-നുള്ളൂ, 13 ഞങ്ങൾക്കാണ്. അപ്പോൾ കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗം ആരുടെ ഭാഗത്താണ് എന്നുള്ളതിൻ്റെ തെളിവാണത്. ആ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, തെറ്റായ രൂപത്തിൽ ചിന്തിപ്പിക്കാനും ഐക്യ ജനാധിപത്യ മുന്നണിയോ അതിൻ്റെ നേതാക്കളോ ഒരു രൂപത്തിൽ ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ അത് വില പോകില്ല. 3 വയസ്സുള്ള കുട്ടി വരെ അല്ല, അതാണല്ലോ പറഞ്ഞത്. അതിൽ ഏതെങ്കിലും വഴിവിട്ട സമീപനം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സംരക്ഷണവും ആർക്കും കിട്ടില്ല.